കുടുംബജോലിയിലെ ആരോഗ്യരംഗം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണെന്ന് NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ. വികസനം വന്നുവെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുവാനാണ് LDF ഗവൺമെന്റ് ശ്രമിച്ചതെന്നും ഇത്തവണ ഒരു മാറ്റത്തിനു വേണ്ടിയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഭരിച്ച സംസ്ഥാന സർക്കാരുകൾ ഇവിടുത്തെ ഉടുമ്പൻചോലയിലെ ജനങ്ങൾക്ക് വികസനം നൽകി എന്ന് പറയുന്നു എന്നല്ലാതെ ഒരു കബളിപ്പിക്കുന്ന തട്ടിപ്പ് നടത്തുന്ന അഴിമതിയും കെടുകാര്യസ്ഥയും കൊണ്ട് നിറഞ്ഞ ഒരു വികസനമാണ് ഇവിടെ നടത്തിയത് എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഉദ്ഘാടനങ്ങൾ മാത്രം നിറവേറ്റി ഇവിടെ ആയുർവേദ മെഡിക്കൽ കോളേജ് നമുക്കറിയാം. ഞാൻ അവിടെ ചെന്നപ്പോൾ ഗ്രൗണ്ടിൽ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു സീനാണ് ഞാൻ അവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യ മേഖല പരാജയപ്പെട്ടു പോയ ഒരു സ്ഥിതിവിശേഷമാണ് ഉടുമ്പൻചോലയിലുള്ളത്. ഓരോ ഹോസ്പിറ്റലിൽ ചെറിയ ചെറിയ ഹോസ്പിറ്റലുകൾ ചെന്ന് നമ്മൾ കാണുമ്പോൾ ഒരു നല്ലൊരു ബെഡ് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ നിൽക്കുന്നത്. സിസ്റ്റം തകരാറെന്ന് പറഞ്ഞ് വിദഗ്ധ ചികിത്സ കൊടുക്കാനായിട്ട് ഇവിടുത്തെ ജനങ്ങൾ പോകേണ്ടത് കോട്ടയം മെഡിക്കൽ കോളേജും തേനി മെഡിക്കൽ കോളേജിലേക്കുമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും വികസിപ്പിക്കാനായിട്ട് കഴിഞ്ഞ സർക്കാരിന് സാധിച്ചിട്ടില്ല. അവസരം ഒട്ടനവധി അവർക്ക് നൽകിയിട്ടും ഇതൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നിട്ടാണ് ചോദിക്കുന്നത് ഞങ്ങളല്ലാതെ ആരുണ്ട് എന്ന്. യഥാർത്ഥത്തിൽ ഇവിടെ മോദിജിയുണ്ട്, ഇവിടെ പ്രവർത്തിച്ച് കാണിച്ച് ഇന്ന് ഭാരതത്തിലെ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയപ്പോൾ അതെല്ലാം ഈ കൊച്ചു ഉടുമ്പൻചോലയിലും നടപ്പിലാക്കാൻ പാതി വഴിയിൽ ഇട്ടുപോയ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.